എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരേ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള PSC നടത്തുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ ഈ അടുത്ത് നടന്ന കേരള PSC നടത്തുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷയുടെ അതേ സിലബസിൽ നടന്ന LGS ലെവലിലുള്ള ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ചോദ്യപേപ്പറിൽ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ വീണ്ടും പരീക്ഷകളിൽ ആവർത്തിക്കാം, അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ പോകുന്ന LGS പരീക്ഷയിൽ ചോദിക്കാം. അപ്പോൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചു, അവയുടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ എയിൽ ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ ബിയിൽ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സിയിൽ വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ഡിയിൽ ശ്രീനാരായണ ഗുരു. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ചട്ടമ്പി സ്വാമികൾ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളുണ്ട്. 2 അധ്യായങ്ങളിലൂടെ ഈ ഒരു നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ കൃത്യമായിട്ട് ടേബിളിൽ ഈ പറഞ്ഞ വ്യക്തികളുടെ കൃതികളൊക്കെ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നാണ് LGS ലെവൽ പരീക്ഷകളിലൊക്കെ പലപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ ചാപ്റ്ററുകളൊന്ന് വായിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിൽ നിലവിൽ നിന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്ലാനിംഗ് കമ്മീഷനാണ്. ഇത് എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? 2015 നിലവിൽ വരുന്നത്. അത് പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് നിലവിൽ വരുന്നത്. ഇനി അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്ത ആരെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, ബീഗം ഹസ്രത്ത് മഹലാണ്. അപ്പോൾ ഇവിടെ 1857 വിപ്ലവത്തിന്റെ ഈ ഒരു ചോദ്യം നമ്മൾ കാണുമ്പോൾ നേരെ പോയിട്ട് നമ്മൾ ഗൈഡുകൾ എടുത്ത് വായിക്കുന്നതിന് മുമ്പായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ 1857 വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ഉണ്ട്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ഒരു അധ്യായമാണ്, 4ാമത്തെ അധ്യായമാണ്. 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ അധ്യായമാണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന അധ്യായം. അപ്പോൾ ആ ഒരു അധ്യായത്തിൽ ഈ പറയുന്ന 1857 വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു അധ്യായം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ വായിക്കണം. കാരണം അതിലൊരു ടേബിളിൽ 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേബിളിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കുന്നത്, പ്രത്യേകിച്ച് LGS ലെവൽ പരീക്ഷയിൽ. അപ്പം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന ടേബിളിലുള്ള കാര്യങ്ങൾ വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് എന്നതാണ് അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യം താഴെ പറയുന്നതിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധം എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ്. ഇതും PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം എന്നതാണ്. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി, പ്ലേഗ് ബോണസ് ആണ്. ഇതൊക്കെ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലേഗ് ബോണസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണമെന്നാണ്. ഇത് ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആക്കിയിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആക്കിയതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പരിചയപ്പെട്ട ഈ ഒരു ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആക്കിയതാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു ചോദ്യം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിൽ അധ്യായം 8 ഉണ്ട്. ആ ഒരു ചാപ്റ്റർ ഈ പരീക്ഷയ്ക്ക് മുമ്പ് വായിച്ചു പോകുന്നത് നന്നായിരിക്കും. ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ ഇവിടെ തന്നിരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം എന്നാണ് ഇവിടെ ഈ ഒരു ചോദ്യം തന്നിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പോളിംഗ് അവസാനിക്കുന്നതിനും എത്ര മണിക്കൂർ മുമ്പ് പ്രചരണം അവസാനിപ്പിക്കണം എന്ന് ചോദിച്ചാൽ 48 മണിക്കൂറാണ്. ഇവിടെ നമ്മുടെ ചോദ്യം വരേണ്ടിയിരുന്നത് എങ്ങനെയാണ്, പോളിംഗ് അവസാനിപ്പിക്കുന്നതിനും. പോളിംഗ് ആരംഭിക്കുന്നത് എപ്പോഴാണ്? രാവിലെ 7 മണിക്കാണ്. അതും ചോദിക്കാട്ടോ, രാവിലെ 7 മണിക്കാണ് പോളിംഗ് ആരംഭിക്കുന്നത്. അത് പിന്നീട് അവസാനിപ്പിക്കുന്നതിനും എത്ര മണിക്കൂർ മുമ്പ് പ്രചരണം അവസാനിപ്പിക്കണം എന്ന് ചോദിച്ചാൽ
48 മണിക്കൂർ എന്നാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നത് എന്നാണ് നൽകിയത്. അതിന് പകരമായിട്ട് അവിടെ എന്ത് വേണം? തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഓപ്ഷൻ ഡി നമുക്ക് ഉത്തരമായിട്ട് പരിഗണിക്കായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കും. പോളിംഗ് അവസാനിക്കുന്നതിനും എത്ര മണിക്കൂർ മുമ്പ് പ്രചരണം അവസാനിപ്പിക്കണം? 48 മണിക്കൂർ. അത് നോട്ട് ചെയ്ത് വെക്കണം. ഒപ്പം ഞാൻ ആ പറഞ്ഞ ചാപ്റ്റർ പോയി വായിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു റിവിഷനും ആയിരിക്കും. ഒപ്പം അതിൽ നിന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. ഇനി അടുത്തത്, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതെന്നാണ് അടുത്ത ചോദ്യം. കേരള PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ വിദ്യാപോഷിണി എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനമാണ് വിദ്യാപോഷിണി. അപ്പോൾ ഈ അടുത്ത് നടന്ന പരീക്ഷകളിലൊക്കെ ചോദ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നവോത്ഥാന നായകന്മാരുടെ ഒന്ന് നമ്മളിപ്പോൾ ഈ ഒരു ചോദ്യപേപ്പറിൽ ചട്ടമ്പിസാമുകൾ പഠിച്ചു. അത് ഞാൻ പറഞ്ഞു നമ്മുടെ SCR ടെക്സ്റ്റ് ബുക്കുകൾ ഒന്ന് വായിക്കണമെന്ന്. ആ ചാപ്റ്റർ നിർബന്ധമായിട്ട് വായിക്കണം. അതോടൊപ്പം തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ വിദ്യാഭൂഷണി കൊടുത്തിരിക്കുന്നു, സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഒന്ന് വായിച്ചു പോകുന്നത് നന്നായിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, 140 ആണ്. ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ ഈ പറയുന്ന നോമിനേഷൻ നമ്മുടെ നിയമസഭയിൽ ഇല്ലല്ലോ. അപ്പോൾ നിയമസഭയിൽ ടോട്ടൽ സീറ്റ് എത്ര തന്നെയാണ്? ഇപ്പോൾ 140 തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പണ്ട് മുതൽ നമ്മൾ 141 കേട്ടുകൊണ്ട് ചിലപ്പോൾ പോയിട്ട് എന്ത് ചെയ്യാം, 141 കറപ്പിക്കുക. ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ നമ്മുടെ കേരള നിയമസഭയിൽ ഇല്ല. ഇനി അടുത്തത്, സ്വാതന്ത്ര്യ സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപരാരെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ നേരെ പോയിട്ട് എങ്ങോട്ട് എടുക്കും? ഓപ്ഷൻ ബിയിൽ പോയിട്ട് കറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ആദ്യ പത്രാധിപർ എന്നാണ് ചോദിച്ചത്. അവിടെ CP പിള്ളയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. സ്വാതന്ത്ര്യ സമര കാലത്തെ മലയാള പത്രമാണ് സ്വദേശാഭിമാനി. അതിന്റെ ആദ്യ പത്രാധിപരാരാണ്? CP ഗോവിന്ദപിള്ളയാണ്. അതിനുശേഷമാണ് പിന്നെ ആര് വരുന്നത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതെന്നാണ്. ഇതൊക്കെ PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണ്, ചാനാർ ലഹളയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, തലക്കൽ ചന്തു ആണ്. അപ്പൊ തലക്കൽ ചന്തു ആണ് പഴശ്ശിരാജയെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ സഹായിച്ചത്. അപ്പോൾ ഇതും SCRT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ ഒരു അധ്യായത്തിൽ പറഞ്ഞു പോകുന്നതാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ അതും വായിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഇനി അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും അടക്കേണ്ട പിഴ എത്ര എന്നാണ്. ഓപ്ഷൻ എ ആണ്. ഇതും PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓപ്ഷൻ എ 250 രൂപയാണ്. അങ്ങനെ മാക്സിമം 25,000 രൂപയാണ് ആ ഒരു പിഴ എമൗണ്ട് എന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്, ഇതും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരെന്നാണ് അടുത്ത ചോദ്യം. ഇതും റിപ്പീറ്റായി ചോദിക്കുന്ന ചോദ്യമാണ്. ലാലാ ലജ്പത് റായ് ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹിയാണ് ലാലാ ലജ്പത് റായ്. അപ്പോൾ ഇവിടെ പരീക്ഷയിൽ ഈ പറയുന്ന ചോദ്യം നേരെ തിരിച്ചും ചോദിക്കാറുണ്ട്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിനിടയാക്കിയ സംഭവം എന്ന് പറഞ്ഞിട്ട് സൈമൺ കമ്മീഷനെതിരായി നടന്ന ലാത്തി ചാർജ് എന്ന രീതിയിലും ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും അതെന്ത് പഠിച്ചു വെക്കണം. ഇനി അടുത്തത്, താഴെ പറയുന്നവരിൽ ആരാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക എന്നാണ് നമ്മുടെ ചോദ്യം. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ഗവർണർ, രാഷ്ട്രപതി. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, രാഷ്ട്രപതിയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ലാഹോർ ആണ്. ലാഹോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. 16ാമത്തെ ചോദ്യം, ലാഹോർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്
നമ്മുടെ ആർട്ടിക്കിൾ 21A ഒക്കെ നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശം എന്ന് പറയുന്ന ഭാഗത്ത് കൂട്ടിച്ചേർക്കുന്നത്. അതിലൂടെ എന്താണ് പ്രാഥമിക വിദ്യാഭ്യാസം, അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ 21A കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഈ ആർട്ടിക്കിളൊക്കെ നമ്മുടെ ഈ പറയുന്ന ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത് 86ാമത്തെ ഭേദഗതിയിലൂടെയാണ്. 2002 അത് വരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തത് താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി എന്നതാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, ഇന്ത്യ പാക് യുദ്ധം പരിഹരിക്കുന്നതിനാണ്. അപ്പോൾ താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണെന്നാണ് ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയാണെന്ന കാര്യം ഓർക്കുക. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത് എന്നതാണ് 19ാമത്തെ ചോദ്യം. ഇവിടെ ഒന്നാമതായി തന്നിരിക്കുന്ന ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിങ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി എന്നതാണ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വകാര്യവൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ് എന്ന് പറയുന്നതും ശരിയായിട്ടുള്ളതാണ്. ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും കോട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്ന കാര്യം ഓർത്തിരിക്കുക. ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിങ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി, സ്വകാര്യവൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. അതൊക്കെ SCRT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് കൂട്ടത്തിൽ ചേരാത്തത് ഏത് എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഈ തൊട്ട് മുമ്പത്തെ ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, അത് നമ്മുടെ പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു പോകണം. അത് ഈ അടുത്ത് നടന്ന പരീക്ഷയിലൊക്കെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുക എന്നതല്ല, മറിച്ച് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട മേഖലകൾ വരാൻ പോകുന്ന LGS ഇനിയുള്ള കുറച്ച് ദിവസമേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഒരു വായനയെങ്കിലും വായിച്ചിട്ട് പോകണമെന്നതാണ് ഈ അടുത്ത് നടന്ന ഈ ഒരു പരീക്ഷ പേപ്പറിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി അടുത്തത് കൂട്ടത്തിൽ ചേരാത്തത് ഏതെന്നാണ്. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളുണ്ട്. 4 ഓപ്ഷനിൽ ഒന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ, വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി, മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ എന്നിവയാണ് തന്നിരിക്കുന്ന 4 ഓപ്ഷന്. ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരുന്നത് മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിലാണ്. അപ്പോൾ ഒന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, മറ്റൊന്ന് സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ, മറ്റൊന്ന് വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി, പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. അതിൽ കൂട്ടത്തിൽ പെടാതെ ഏതാണ്? മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിലാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്കാണ്. ഇത് PSC എത്രയോ തവണ പണ്ട് മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ദേശീയ ഗ്രാമീണ വികസന ബാങ്കാണ്, അല്ലെങ്കിൽ നബാർഡ് എന്ന് പറയും. ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അല്ലെങ്കിൽ നബാർഡ് ആണ്. ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് എന്നതാണ് അടുത്ത ചോദ്യം. ഇത് PSC റിപ്പീറ്റായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് GATT ആണ്. അപ്പോൾ ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നതെന്ന് വെച്ചാൽ GATTന്റെ പിൻഗാമിയായിട്ടാണ്. അപ്പോൾ ഈ ഒരു വർഷം ഓർത്തിരിക്കുക, ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1995 GATTന്റെ പിൻഗാമിയായിട്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരെന്നാണ് അടുത്ത ചോദ്യം. ഇത് റിപ്പീറ്റായി ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ഉത്തരം തന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ പ്രകാരം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം 23ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണെന്നാണ് അടുത്തൊരു ചോദ്യം. അവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അമേരിക്ക എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ്. PSC റിപ്പീറ്റായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 25ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 26ാമത്തെ ചോദ്യം, പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഏതെന്നാണ്. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഏതെന്നാണ് 26ാം ചോദ്യം. ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. പർവ്വത മിത ശീതോഷ്ണ ചോലവനങ്ങളാണ്. പർവ്വത മിത ശീതോഷ്ണ ചോലവനങ്ങളാണ് പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്ന വനങ്ങൾ. അപ്പോൾ ഇത് വീണ്ടും ചോദിക്കാം, പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഏതാണ്? പർവ്വത മിത ശീതോഷ്ണ ചോലവനങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, കുറിഞ്ഞിമലയാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? കുറിഞ്ഞിമലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് മേടം 1 ആണ്, നമ്മുടെ വിഷു.
അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? മലയാള മാസമാണ്, മേടം 1. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ചോദിച്ചിരിക്കുന്നത്. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററേറ്റ് മണ്ണാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ റബ്ബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാറ്റക്സ് എന്നൊക്കെ കിട്ടില്ല, റബ്ബറിൻ്റെ ലാറ്റക്സ്, അത് വെച്ചിട്ട് ലാറ്ററേറ്റ് മണ്ണെന്നൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, മുംബൈ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കല്ലടയാറാണ്. കല്ലടയാറാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. മലനാട് ഇല്ലാത്ത ജില്ലയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്, ആലപ്പുഴ ജില്ലയാണ്. പമ്പാ നദിയുടെ വൃഷ്ടി പ്രദേശമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ നീളമൊക്കെ പഠിച്ചു. പമ്പാ നദിയുടെ വൃഷ്ടി പ്രദേശം പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2235 ചതുരശ്ര കിലോമീറ്റർ ആണ് പമ്പാ നദിയുടെ വൃഷ്ടി പ്രദേശം എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇതുപോലെ തന്നെ പരീക്ഷയിൽ നമ്മുടെ ഭാരതപ്പുഴയിൽ ചോദിച്ചിട്ടുണ്ട്. 6186 ചതുരശ്ര കിലോമീറ്റർ ആണ്. 6186 ചതുരശ്ര കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടേത്. ഇതിൽ 4400 നമ്മുടെ കേരളത്തിലാണ്. ബാക്കി വരുന്ന 1786 എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഒരുപക്ഷെ പരീക്ഷയ്ക്ക് വീണ്ടും ചോദിക്കാം. പമ്പയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 2235 ചതുരശ്ര കിലോമീറ്റർ ആണ് പമ്പാ നദിയുടെ വൃഷ്ടി പ്രദേശം എന്ന കാര്യം ഓർക്കുക. പമ്പാ നദിയുടെ വൃഷ്ടി പ്രദേശം ചോദിച്ചാൽ 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2235 ചതുരശ്ര കിലോമീറ്റർ. നമ്മൾ പമ്പയുടെ നീളമൊക്കെ നമ്മൾ പഠിച്ചാണ്, 176 കിലോമീറ്റർ ആണ്. 176 കിലോമീറ്റർ ആണ്. അതിന്റെ വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. എത്രയാണ്? 2235 ചതുരശ്ര കിലോമീറ്റർ. ഭാരതപ്പുഴ പഠിച്ചു, 6186 ചതുരശ്ര കിലോമീറ്റർ. അതിൽ 4400 കേരളത്തിൽ, 1786 നമ്മുടെ തമിഴ്നാട്ടിലാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് എപ്പോഴും PSC ചോദ്യങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് LGS ലെവൽ പരീക്ഷയിൽ കൃത്യമായിട്ട് കേരളത്തിലെ നാഷണൽ ഹൈവേ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അതിൽ നിന്നൊരു ചോദ്യം നിർബന്ധമായിട്ട് ചോദിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ്, അഫ്ഗാനിസ്ഥാനാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരിക. 35ാമത്തെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 36ാമത്തെ ചോദ്യം, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഈ ചോദ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കാൽബേഷാഗിയൊക്കെ നമ്മളവിടെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കാൽബേഷാഗിയുടെ ചോദ്യം പരിചയപ്പെട്ട എങ്ങനെയായിരുന്നു? ഈ കാൽബേഷാഗി എന്താണെന്നാണ് ചോദിച്ചത്. അവിടെ ഓപ്ഷനിൽ കൊടുത്തിരുന്നത് കാറ്റാണ്. കാറ്റെന്നാണ് അവിടെ ഓപ്ഷനിൽ കൊടുത്തത്. അപ്പോൾ ഇവിടെ അതിന് വ്യത്യസ്തമായിട്ട് എന്താണ് ഇവിടെ ചോദിച്ചത്? അന്ന് ചോദ്യത്തിൽ കൊടുത്തിരുന്നത് ഈ പറയുന്ന കാൽബേഷാഗി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കാറ്റെന്ന് ഉത്തരം കിട്ടി. അവിടെ നമ്മൾ പറഞ്ഞു ഈ പശ്ചിമ ബംഗാളിലെ ഒഡീഷ ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു കാറ്റ് വീശുന്നതെന്നൊക്കെ നമ്മൾ അതിൻ്റെ അനുബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. പല ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിക്കുന്നതായിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാകും. അത്രത്തോളം പ്രാധാന്യമുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക്. അപ്പോൾ ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പൂക്കോട് തടാകമാണ്. ഇനി അടുത്ത് മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ അടുത്ത് നടന്ന പരീക്ഷയാണ്, വീണ്ടും ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ജസ്പ എന്നാണ് ഉത്തരമായിട്ട് വരിക. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്. അപ്പോൾ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് അവിടെ PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്, മുംബൈയിലാണ്. അവിടെ നിന്ന് ഈയിടെ മരണപ്പെട്ട സിംഹത്തിന്റെ പേരെന്താണ്? ജസ്പ എന്നാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരെന്നാണ് അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരെന്നാണ് ഇവിടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 39ാമത്തെ ചോദ്യമാണ്. വി അബ്ദുറഹ്മാൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 39ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 39ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം അന്നത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചാണ്. നിലവിൽ വി അബ്ദുറഹ്മാൻ അല്ല, സജി ചെറിയാനാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഫൈനാൻസ് ഇന്നലെയാണ് വന്നത്. അപ്പോൾ അന്ന് പരീക്ഷ നടത്തിയ സമയത്ത് ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. പക്ഷേ നിലവിൽ ആരാണ്? സജി ചെറിയാനാണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ സജി ചെറിയാൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്.
ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. ഗോദാവരി നദിയാണ്. തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്. 41ാം ചോദ്യം ഓപ്ഷൻ ബി ആണ്, 12%. അപ്പോൾ തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 12%. കാര്യം ഓർക്കുക. അപ്പോൾ തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 12%. ഇനി അടുത്തത്, ചണ ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഇന്ത്യയാണ്. ചണ ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ 2ാം സ്ഥാനത്താണ്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സ്വരാജ് ട്രോഫിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യവസായിക നയം രൂപീകരിച്ചത് 1948 പ്രസ്താവനയായിട്ട് തന്നിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു, അത് തെറ്റാണ്. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു, തെറ്റാണ്. എം.എൻ. റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. അപ്പോൾ 1, 4 മാത്രമാണ് ഇവിടെ ശരി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികൾ ഉചിതമായത് ഏതെന്നാണ് അടുത്ത ചോദ്യം. 45ാമത്തെ ചോദ്യം. ഇവിടെ നമ്മുടെ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകിയെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തത് 7ാം പഞ്ചവത്സര പദ്ധതി 1985-1990 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു എന്നാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത് കൊടുത്തിരിക്കുന്നു 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് കൊടുത്തിരിക്കുന്നു. അതും ശരിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതി 2012-17 കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി എന്നാണ് അവിടെ കൊടുത്തത്. അപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി 2012-17 കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സുസ്ഥിര വികസനം എന്നാണ് നമ്മളവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം 1, 2, 3 എന്താണ്? ശരിയാണ്. 1, 2, 3 എന്താണ്? ശരിയാണ്. അപ്പോൾ ഇവിടെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഈ 12ാം പഞ്ചവത്സര പദ്ധതി 2012-17 കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 4 വരാൻ പാടില്ല. ബാക്കി എല്ലാ ഓപ്ഷനിലും 4 ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് വേണമെങ്കിൽ പോയിട്ട് ബി ആണ് നമുക്ക്. കാരണം ബാക്കി വരുന്ന 3 നമുക്ക് അറിയാമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അറിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ പോയിട്ട് ഓപ്ഷനിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഉത്തരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. പ്രഭു സഭ എന്നറിയപ്പെടുന്ന ഏത് രാജ്യത്തെ സഭയാണെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇംഗ്ലണ്ടിന്റെ സഭയാണ്. പ്രഭു സഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഇംഗ്ലണ്ടിന്റെ സഭയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഒരു ചെയർപേഴ്സണും 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ഇതാണ് എന്ത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, 5 മുഴുവൻ സമയ അംഗങ്ങൾ, ടോട്ടൽ 6, അതുപോലെ തന്നെ 7 ഡീംഡ് അംഗങ്ങൾ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. കൃത്യമായി ഓർത്തിരിക്കുക, ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, അതുപോലെ തന്നെ 7 ഡീംഡ് അംഗങ്ങൾ. ഇത്രയും ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് വീണ്ടും ചോദിക്കാം. ആരുടെ നോവലാണ് വല്ലി എന്ന് പറയുന്നത്? ആരുടെ നോവലാണ് വല്ലി എന്ന് പറയുന്നതെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ഷീല ടോമി എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. വല്ലി എന്ന് പറയുന്ന ആരുടെ നോവലാണ്? ഷീല ടോമിയുടെ നോവലാണ്. അപ്പോൾ വല്ലി ഷീല ടോമിയുടെ നോവലാണ്. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇതൊന്നുമല്ല എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ നമുക്ക് 69ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി 2023 നടക്കുന്നത് 69ാമത്തതാണ്. ഇതിൽ ആരാണ് ജേതാവായതെന്നാണ് അറിയേണ്ടത്. അത് വിയ്യപുരം ചുണ്ടനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ജേതാവായത് വിയ്യപുരം ചുണ്ടനാണെന്ന കാര്യം ഓർത്തിരിക്കുക. വിയ്യപുരം ചുണ്ടൻ. ഇപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന വിയ്യപുരം ചുണ്ടൻ എന്ന ആ ഒരു പേരായിരിക്കും. 69ാമത് 2023 നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് വിയ്യപുരം ചുണ്ടനാണെന്ന് കാര്യം ഓർക്കുക. ഇനി 68 ചോദിക്കുകയാണെങ്കിൽ അത് മഹാദേവിക്കാട് കാട്ടിൽ തെക്കേത്തിൽ ചുണ്ടനാണ്. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേത്തിൽ ചുണ്ടനാണ് 2022 വിജയിയായിട്ടുള്ളത്.
ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 69 2023 വിയപുരം ചുണ്ടനാണ്. അവര് ഈ പറഞ്ഞ വള്ളം തുഴഞ്ഞത് ആരാണ്? പള്ളാന്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഈ ഒരു വള്ളം, അതായത് വിയപുരം ചുണ്ടൻ എന്ന ആ ഒരു വള്ളം തുഴഞ്ഞത് ആരാണ്? പള്ളാന്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഇപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് വിയപുരം ചുണ്ടൻ ഇല്ലാതെ ഈ പറയുന്ന പള്ളാന്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്ന ഓപ്ഷനിൽ വന്നാൽ അതായിരിക്കും ശരിയായിട്ട് വരിക. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക ഒരു ചോദ്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 51ാമത്തെ ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് കർണാടകയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ശരിയായത് കണ്ടെത്തുക എന്നതാണ് 52ാമത്തെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്ന് ജിമ്മി ജോർജ് ആണ്, വോളിബോൾ ആണ്, അത് ശരിയാണ്. പ്രീജ ശ്രീധരൻ നീന്തൽ, പിന്നെ രണ്ടാമത് കൊടുത്തിരിക്കുന്നു പ്രീജ ശ്രീധരൻ നീന്തലാണ്, അത് തെറ്റാണ്. അതുപോലെ തന്നെ ബോബി അലോഷ്യസ് ഹൈ ജമ്പ് ആണ്, അത് ശരിയാണ്. ചിത്ര കെ സോമൻ അത്ലറ്റ്, അതും ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ജിമ്മി ജോർജ് വോളിബോൾ, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്, ഈ മൂന്നെണ്ണം എന്താണ്? ശരിയാണ്. ഇനി അടുത്തത് 52ാമത്തെ ചോദ്യം നമ്മൾ പരിചയപ്പെട്ടു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കപട ഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? കപട ഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, മാങ്ങയാണ്. അപ്പോൾ ഇവിടെ കപട ഫലങ്ങളിൽ ഉൾപ്പെടുന്ന ഫലം പഠിച്ചു വെച്ചേക്കുക. ആപ്പിള്, കശുമാങ്ങ, സഫർജൻ, ഇതൊക്കെ എന്താണ്? കപട ഫലങ്ങളിൽ ഉൾപ്പെടുന്ന ഫലങ്ങളാണ്. ഉൾപ്പെടാത്ത ഫലമാണ് മാങ്ങ. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവാൻ കഴിയാത്ത ജീവിവർഗം. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആകാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, മാംസബുക്കാണ്. ഒരു ആഹാര ശൃംഖല എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യ ഉപഭോക്താവ് ആകാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ്? മാംസ ബുക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ മിശ്ര ബുക്കും ഈ പറയുന്ന സസ്യ ബുക്കും വിഘാടകരൊക്കെ എന്താണ്? ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവാകാൻ കഴിയുന്നവയാണെന്നും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഭക്ഷണത്തിലൂടെ അല്ലാതെ ലഭിക്കുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്, ചർവണകമാണ്. ഇനി അടുത്ത് വംശനാശ ഭീഷണിയെ നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, ഇരവികുലമാണ്. 57ാം ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. താഴെ കൊടുത്ത ജീവികളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത് എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, ടോക്കോഫെറോൾ ആണ്. ടോക്കോഫെറോൾ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ കൃത്യമായിട്ട് ജീവകങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് അതിൻ്റെ ബേസിക് ആയിട്ട് PSC എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബേസിക് കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. 2-3 ചോദ്യങ്ങൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഭാഗം കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്നുണ്ട്. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, മണ്ണിലെ ജൈവാംശം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? മണ്ണിൻ്റെ ജൈവാംശം പരിശോധിക്കുന്നതാണ്. അപ്പോൾ മണ്ണിൻ്റെ ജൈവാംശം പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന തരത്തിൽ വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് മണ്ണ് പരിശോധനയിൽ മണ്ണിൻ്റെ ജൈവാംശം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 60ാമത്തെ ചോദ്യമാണ്. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും എന്നാണ് അടുത്ത ചോദ്യം. അവിടെ നമ്മൾ ഉത്തരം എന്താണ്? വെളുപ്പ് ആണെന്ന കാര്യം ഓർക്കുക. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? വെളുപ്പ് നിറമായിരിക്കും എന്ന കാര്യം ഓർക്കണം. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ എന്താണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്? നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ എന്തായിരിക്കും? അത് മൃദുവായിരിക്കും. എന്നാൽ തണുപ്പിക്കുമ്പോൾ എന്തായിരിക്കും? അത് സ്ഥിരമായിട്ട് താൽക്കാലികമായിട്ടല്ല, സ്ഥിരമായിട്ട് എന്താണ്? ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 5 എന്നതാണ്. അതായത് pH 5 അസിഡിറ്റി ആണ്. അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മളവിടെ കുമ്മായം ചേർക്കും. അപ്പോൾ pH 7 കുറവാണെങ്കിൽ അതെന്താണ്? ആസിഡ് ആണ് കാണിക്കുന്നത്, ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ 7 കൂടുതലാണെങ്കിൽ ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7 എന്ന് പറയുമ്പോൾ നിർജ്ജീവമാണ്. അപ്പോൾ അവിടെ നമ്മളിവിടെ കാണിക്കുന്നത്
ആൽക്കലി അല്ല ബേസും അല്ല 7 എന്ന് പറയുമ്പോൾ 7നേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിക് സ്വഭാവം കാണിക്കും, 7നേക്കാൾ കൂടിക്കഴിഞ്ഞാലോ അത് ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? അപ്പോൾ ഇവിടെ എന്താണ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണെന്നാണ് 63ാമത്തെ ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. 1ഉം 2ഉം മാത്രമാണ് ശരിയെന്നാണ് ഉത്തരം. അതായത് വസ്തുവിന്റെ അതേ വലുപ്പമാണ് പ്രതിബിംബത്തിന് എന്നത് ശരിയാണ്. അപ്പോൾ സമതല ദർപ്പണം അത് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് SCR ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററൊക്കെ നമ്മുടെ SCR ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നിന്നാണ് എപ്പോഴും ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക, ചെറിയൊരു ചാപ്റ്ററാണ്, വായിച്ചു പോയാൽ മതി. കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ ആ ഒരു ചാപ്റ്റർ വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട് അതിൽ നമ്മൾ രൂപം കൊള്ളുന്ന പ്രതിബിംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നോക്കുന്ന കണ്ണാടി ഒരു സമതല ദർപ്പണമാണ്. അതിൽ രൂപം കൊള്ളുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ രൂപം അതേ വലുപ്പത്തിൽ തന്നെയല്ല അതിൽ കാണുന്നത്. അപ്പോൾ അതേ വലുപ്പത്തിലാണ് പ്രതിബിംബം. രണ്ടാമത് പറയുന്നത് എന്താണ്, ദർപ്പണത്തിൽ നിന്നും വസ്തുവിന്റെ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം തുല്യമായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ദർപ്പണം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇതിനിടയിൽ കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ദർപ്പണം, നിങ്ങളെ പ്രതിബിംബം എന്താണ് ഇതിനുള്ളിൽ കാണും. അപ്പോൾ ഇതിനിടയിലുള്ള ആ ഒരു ദൂരം എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കില്ലേ? അപ്പം നിങ്ങളും ദർപ്പണവും തമ്മിലുള്ള ദൂരവും ദർപ്പണവും ആ പ്രതിബിംബവും തമ്മിലുള്ള ദൂരവും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട് അറിയണം. പിന്നെ മറ്റൊന്നാണ് പാർശ്വിക വിപരീയം ഉണ്ടാകും എന്നത് നമ്മൾ സമതല ദർപ്പണത്തിന്റെ ഈ പറയുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതയായിട്ട് പഠിക്കാറുണ്ട്. അതായത് ഈ ഒരു കൈ എവിടെയായിരിക്കും, ഈ ഒരു ഭാഗത്തായിരിക്കും നിങ്ങൾ കാണുക. ഈ ഒരു കൈ എന്താണ്, ഈ ഒരു ഭാഗത്തായിരിക്കും കാണുക. അതായത് അഗ്രഭാഗങ്ങൾ എന്താണ്, നേരെ തിരിച്ച് കാണും. അതാണ് പാർശ്വിക വിപര്യം എന്ന് നമ്മളവിടെ പഠിക്കാറുള്ളത്. അപ്പോൾ അതും എന്താണ്, ഈ പറയുന്ന സമതല ദർപ്പണത്തിന്റെ ഈ പറയുന്ന പ്രതിബിംബത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാറുണ്ട്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന 63ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് അടുത്ത ചോദ്യം. 64ാമത്തെ ചോദ്യമാണ്. 64ാമത്തെ ചോദ്യം, ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ശരിയാണല്ലോ. നമ്മുടെ ക്ലോക്കിന്റെ പെൻഡുലം എടുക്കുകയാണെങ്കിൽ അത് ഒരു തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് എന്താണ് ഇങ്ങനെ ചലിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ ദോലനം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് ശരിയാണ്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഒരു നടുവിൽ ഒരു അക്ഷം ഉണ്ടാവും, അതിനിങ്ങനെ അടിസ്ഥാനമായിട്ട് നമ്മൾ ഭൂമി ഭ്രമണം ചെയ്യുന്നത്, സ്വയം കറങ്ങുന്നത്. അപ്പോൾ രണ്ടാമത്തെയും എന്താണ്, ശരിയാണ്. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. നേർരേഖാ ചലനം വൃത്താകാര പാതയിലൂടെയാണോ? അല്ലല്ലോ. അപ്പോൾ അത് തെറ്റാണ്. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 2021 ജൂലൈ ജെഫ് ബസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തിയായിരുന്നാണ് അടുത്ത ചോദ്യം. ആ ഒരു സമയത്ത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, വീണ്ടും ചോദിക്കാം. വാലിഫങ്ക് എന്ന പേര് ഓർത്തിരിക്കുക. അവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് 65ാം ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഗാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, വ്യാഴം എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഗാനിമീഡ് എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകാണെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് പെൺ എഡീസ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഡെങ്കിപ്പനി പരത്തുന്നത് പെൺകൊതുകുകളാണ്. അപ്പോൾ അത് കൃത്യമായി പറഞ്ഞാൽ പെൺ എഡീസ് എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഒറ്റപ്പെട്ടത് കണ്ടെത്തുക എന്നതാണ് 68ാമത്തെ ചോദ്യം. അപ്പോൾ 68ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. AB ഗ്രൂപ്പ് സാർവത്രിക ദാതാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. സാർവത്രിക ദാതാവ് എന്ന് പറയുന്ന AB ഗ്രൂപ്പ് ഒന്നല്ല, സ്വീകർത്താവാണ് AB ഗ്രൂപ്പ്, ദാതാവ് O ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ DPT വാക്സിനാണ്, ഡോട്ട്സ് ക്ഷയമാണ്, അഡ്രിനാലിൻ ഹോർമോണാണ്. ഇതൊക്കെ ശരിയാണ്, പക്ഷേ ഓപ്ഷൻ സി തെറ്റാണ്. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് വിറ്റാമിൻ കെ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി, എയ്ഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നാക്കോ എന്ന് പറയുന്നത്, വീണ്ടും ചോദിക്കാം, എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് നാക്കോ എന്ന് പറയുന്നത്, NACO.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, കോളറയാണ്. അപ്പോൾ ഇവിടെ എന്താണ് താഴെ കൊടുത്തിരിക്കുന്നത് ജലജന്യ രോഗം ഏത് എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി കോളറയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാവുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഓപ്ഷൻ സി കോർണിയാണ്. കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാവുന്നത്? കോർണിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഉത്തേജക മരുന്നിന്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്ത് എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി തന്നിരിക്കുന്ന മുകളിൽ കൊടുത്തതെല്ലാം എന്നാണ്. മുഖക്കുരു, മാനസിക ചാഞ്ചാട്ടം, വർദ്ധിച്ച ആക്രമണാത്മകത. അപ്പോൾ ഉത്തേജക മരുന്നിന്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങളിലൊന്ന് മുഖക്കുരു ഉണ്ടാക്കും, മാനസിക ചാഞ്ചാട്ടം ഉണ്ടാക്കും, വർദ്ധിച്ച ആക്രമണാത്മകത. ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ ഉത്തേജക മരുന്നിന്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണെന്നാണ് അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ്, അർബുദമാണ് ഉത്തരമായിട്ട് വരുന്നത്. അനിയന്ത്രിത കോശ വളർച്ച. വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഏത് ധാതുവിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇരുമ്പ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? കേരളത്തിൽ സ്വാന്തന പരിചരണ നയം അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു എന്നാണ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 2008 അപ്പോൾ ഈ പറയുന്ന കേരളത്തിൽ പാലിയേറ്റീവ് കെയർ പോളിസി നിലവിൽ വന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2008 അപ്പോൾ കേരളത്തിൽ പാലിയേറ്റീവ് കെയർ പോളിസി നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2008 താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏത് എന്നാണ് അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏത് എന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ എ ആണ്, വൈറ്റമിൻ എയുടെ കുറവാണ്. അപ്പോൾ നിശാന്തത, വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപരാപ്ത രോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നേരെ തിരിച്ച് ഈ ഒരു രീതിയിൽ ഒരു ചോദ്യമായിട്ട് ചോദിച്ചു. കേരള ഗവൺമെന്റിന്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതെന്നാണ്. കേരള ഗവൺമെന്റിന്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. കേരള ഗവൺമെന്റിന്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ചോദിച്ചാൽ അത് നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി നമ്മുടെ കേരളമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എത്ര എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. 18.5 മുതൽ 24.9 കിലോഗ്രാം അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എത്ര? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ GK-യുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഇത്ര നേരം പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയിൽ മാത്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ 81ാമത്തെ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ചോദ്യം. ഈ 10⁻6 ഡിവൈഡ് ബൈ 10⁻3 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ചെറിയൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. A⁻m ഡിവൈഡ് ബൈ A⁻n ആണെങ്കിൽ A⁻m മൈനസ് n എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ എന്റെ സ്ഥാനത്ത് 10 വന്നു, എമ്മിന്റെ സ്ഥാനത്ത് 6 ആണ് വന്നത്. അതുപോലെ തന്നെ എന്റെ സ്ഥാനത്ത് 10, എന്നിന്റെ സ്ഥാനത്ത് 3 എന്ന് വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഴുതുകയാണെങ്കിൽ 10⁻6 മൈനസ് 3 എന്ന് വരും. അതായത് 10⁻3 എന്ന് വരും. 10⁻3 എന്ന് പറഞ്ഞാൽ എത്ര? 1000 അല്ലേ? 10⁻3 എന്ന് പറയുമ്പോൾ 3 0 ഒന്ന് കഴിഞ്ഞിട്ട് 3 0 ഇട്ട് കൊടുത്താൽ മതി. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1 - 1/4 എത്ര എന്നാണ് അടുത്ത ചോദ്യം. 1 - 1/4. അപ്പോൾ 1 - 1/4 സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ? 1 - 1/4. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ഗുണിക്കും. അപ്പോൾ 4 ചെയ്തു. -1 ഇവിടെ മൈനസ് ആണല്ലോ. അപ്പോൾ -1 ഡിവൈഡഡ് ബൈ ഈ 4 ഇങ്ങോട്ട് എഴുതുക. 4 - 1 എത്രയാ? 3 ആണ്. അപ്പോൾ നമുക്കവിടെ 3/4 എന്നാണ് കിട്ടുക. 3/4 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 83ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം 2.5 × 2.5 എത്രയാണെന്നാണ്. 25 × 25 നമുക്കറിയാം 625 ആണ്. ഇനി ഇവിടെ ഈ 2.5ൽ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട്, പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്രയുണ്ട്? ഒരു ഡിജിറ്റ് ആണുള്ളത് അല്ലേ? 2.5 × 2.5. അപ്പോൾ അവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ട്?
2 ഡിജിറ്റാണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്. എത്ര ഡിജിറ്റാണുള്ളത്? പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റാണുള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്. ഇവിടെ നമ്മുടെ ഉത്തരം 6.25 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം ബോട്ട് മാസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. നമ്മൾ ബോട്ട് മാസ് എന്ന് നമ്മൾ എഴുതുമ്പോൾ ബോട്ട് മാസ് ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, ഓഫ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ആ ഒരു ക്രമത്തിൽ വേണം ചെയ്തു പോകാൻ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോട്ട് മാസ് നിയമം നമ്മൾ അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യം നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, 3 + 8 × 8 ഡിവൈഡഡ് ബൈ 10 × 10 എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്താണ് ഡിവിഷൻ, ആ ഒരു ഭാഗം നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 3 + 8 × 8/10 × 10 എന്ന് വരും. ഇതും നമുക്ക് വെട്ടിക്കളയാം. ഇനി ഈ ഒരു ഭാഗം നമ്മൾ ചെയ്യുക. 8 × 8 എന്ന് പറയുമ്പോൾ 64 ആണ്. 64 + 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 67 വരും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ബോട്ട് മാസ് നിയമം അപ്ലൈ ചെയ്തിട്ട് വേണം ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട്. 1.6 കിലോമീറ്റർ എന്നത് എത്ര മൈൽ ആണെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 86ാമത്തെ ചോദ്യം. 86ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1.6 മൈൽ, അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ 1.6 കിലോമീറ്റർ എന്ന് പറയുമ്പോഴോ 1.6 ഡിവൈഡ് ബൈ 1.6 ചെയ്താൽ മതി. അപ്പോൾ നമുക്കവിടെ 1 മൈൽ എന്നാണ് നമുക്കവിടെ കിട്ടുക. നമ്മൾ ഈ നദികളുടെയൊക്കെ നീളം, നമ്മൾ പെരിയാറിൻ്റെ നീളം ചോദിക്കുമ്പോൾ 244 കിലോമീറ്റർ എത്ര മൈലാണെന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? 244 ഡിവൈഡ് ബൈ 1.6 ചെയ്താൽ മതി. പരീക്ഷയിൽ അങ്ങനെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 1.75ൻ്റെ ഭിന്നസംഖ്യാരൂപം എഴുതുക എന്നാണ് അടുത്ത ചോദ്യം. 1.75ൻ്റെ ഭിന്നസംഖ്യാരൂപം എഴുതുക എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ 1.75 എന്ന് പറയുമ്പോൾ 1.75 ഡിവൈഡ് ബൈ, ഈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. അപ്പം അത്രയും പൂജ്യം കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 1.75 അതിനെ നമുക്ക് 1.75 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എന്താ? 175/100 എന്ന് പറഞ്ഞാൽ എന്താ? 1.75 അല്ലേ? അപ്പോൾ 0.75 കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? 7ഉം 5ഉം 2 ഡിജിറ്റാണ് ഉള്ളത്. അപ്പം 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി ഇതിനെ വെട്ടിച്ചുരുക്കുക. 25 വെച്ച് പോവുകയാണെങ്കിൽ 7 വട്ടം പോവും, ഇവിടെ 4 വട്ടം പോവും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 87ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. അപ്പം 1.75, 0.75, പോയിന്റ് വേണ്ടി 2 ഡിജിറ്റ്, അപ്പോൾ 100 വെച്ചിട്ട് 175/100 ചെയ്യുക. അപ്പോൾ നമുക്കവിടെ അത് വെട്ടിച്ചുരുക്കി കഴിയുമ്പോൾ ഭിന്നസംഖ്യാ രൂപം നമുക്ക് കിട്ടും. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. 80% ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണ്. അപ്പോൾ 80% എന്ന് പറയുമ്പോൾ എന്താ? 80 ഡിവൈഡ് ബൈ 100 അല്ലേ? അപ്പോൾ ഇതും വെട്ടി 2 വെച്ച് പോയി, ഇവിടെ 4, ഇവിടെ 5, 4/5. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 20% എന്ന് പറഞ്ഞാൽ എന്താ? 20/100 അല്ലേ? 30% എന്ന് പറഞ്ഞാൽ 30/100. 145% എന്ന് പറഞ്ഞാൽ 145/100. എപ്പോഴും ശതമാനം നമ്മൾ പറയാം 100-ലല്ലേ? അപ്പോൾ അതാണ് 80%ത്തെ 80/100 എന്ന് എഴുതാൻ കാരണം. ഇനി അടുത്ത ചോദ്യം, ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. ഇനി അയാളുടെ കയ്യിൽ 450 ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു? അപ്പോൾ ഇവിടെ നോക്കുക, 50% ആപ്പിൾ വിറ്റു. അപ്പോൾ ഇനി അവശേഷിക്കുന്ന എത്രയായിരിക്കും? 50% ആയിരിക്കും. 50% അയാൾ വിറ്റു, അവശേഷിക്കുന്ന 50% ഈ 450. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? 50% 450. 100% എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും, അതായത് അവിടെ 900. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 200ൻ്റെ 20% എത്രയാണ് അടുത്ത ചോദ്യം. 200ൻ്റെ 20% എങ്ങനെയാണ്? 200 × 20/100 ചെയ്താൽ മതി. ഈ 2 പൂജ്യം വെട്ടി ബാക്കി അവിടെ 40 എന്ന് വരും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. വ്യത്യസ്തമായത് എഴുതുക. ട്രിവാൻഡ്രം, കണ്ണൂർ, മൂന്നാർ, കൊല്ലം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ബാക്കിയെല്ലാം ജില്ലകൾ കൊടുത്തു, ഇതെന്താണ്? ഒരു സ്ഥലം കൊടുത്തു. ഒരു ജില്ലയ്ക്കുള്ളിലെ ഒരു സ്ഥലമാണ് കൊടുത്തത്. ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം എന്നതിനെ NBM, BQQ, VSBM എന്ന് എഴുതിയിരിക്കുന്നു. ആ കോഡ് ഭാഷയിൽ കാസർഗോഡ് എന്നുള്ളത് എങ്ങനെ എഴുതാം എന്നാണ് അടുത്ത ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? നമുക്ക് ഈ M കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്ററാണ് N, A കഴിഞ്ഞാൽ BA, പിന്നെ L കഴിഞ്ഞാൽ M, അതുപോലെ തന്നെ A കഴിഞ്ഞാൽ പിന്നെ B, P കഴിഞ്ഞാൽ Q, P കഴിഞ്ഞാൽ Q, U കഴിഞ്ഞാൽ V, R കഴിഞ്ഞാൽ S, A കഴിഞ്ഞാൽ B, M കഴിഞ്ഞാൽ M. അവസാനത്തെ എമ്മിനെ M പോലെ തന്നെ വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, LB, TB, SB, HPD എന്നതാണ്
അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കെ കഴിഞ്ഞാൽ എൽ, എ കഴിഞ്ഞാൽ ബി, പിന്നെ എസ് കഴിഞ്ഞാൽ ടി, അതുപോലെ തന്നെ എ കഴിഞ്ഞാൽ ഏതാണ് ബി വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആറ് കഴിഞ്ഞാൽ പിന്നെ എസ് വരുന്നു, പിന്നെ എ കഴിഞ്ഞാൽ ബി, പിന്നെ ജി കഴിഞ്ഞാൽ എച്ച്, പിന്നെ ഒ കഴിഞ്ഞാൽ പി, പിന്നെ ഡീനെ ഡി പോലെ എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. പക്ഷേ ഈ ഒരു ചോദ്യം നമ്മൾ ഈ മലപ്പുറം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ നോക്കി, മലപ്പുറം എന്ന് പറയുന്നത് നോക്കിയിട്ട് ആദ്യത്തെ 3 ഇപ്പം നമ്മൾ പോയിട്ട് വേണമെങ്കിൽ ചിലവരെങ്കിലും ചെയ്യാം. എന്താണ്? മലപ്പുറം എന്നതിലെ MA LA വരെ നോക്കിയിട്ട് ഇനി അങ്ങോട്ട് അതുപോലെയാണെന്ന് ചിന്തിച്ചിട്ട് നേരെ പോയിട്ട് എന്ത് ചെയ്യും? ഓപ്ഷൻ സി പോയിട്ട് കറപ്പിക്കും. പക്ഷേ പ്രിയ സി വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു, ഈ അവസാനത്തെ എം അതുപോലെ അങ്ങ് നിലനിർത്തി. അപ്പോൾ കൃത്യമായിട്ട് ഈ ചോദ്യം അറിയുന്ന ചോദ്യമാണ്, ഒരിക്കലും തെറ്റാത്ത ചോദ്യമാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും തെറ്റിക്കരുത്. സമയമുണ്ട്, അതുകൊണ്ട് സമയം എടുത്ത് തന്നെ മൊത്തം ചെയ്ത് നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് വന്നാൽ മതി. അതാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു വട്ടം ഇവിടെ ഈ ചോദ്യം കണ്ടു കഴിഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അത് നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഇനി അടുത്ത 1566 ഒരു സീരീസ് ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്തുള്ള നമ്പറാണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 18 എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ 93ാമത്തെ ചോദ്യമാണ്. 93ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് ഫൈനൽ ആൻസർ പ്രകാരം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഉത്തരം കിട്ടിയതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഈ ഒരു ഉത്തരം കിട്ടുന്നത്, അപ്പോൾ ആദ്യം ഈ 1 പിടിച്ചു. 1, അതായത് ഒന്നാമത്തെ പൊസിഷനാണ് ആ 1 എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇൻറ്റു ഈ 1, ഫസ്റ്റത്തെ 1 പ്ലസ് 4. അത് ചെയ്തപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടി. ഇനി അടുത്ത നമ്പർ കിട്ടിയത് 2, രണ്ടാമത്തെ പൊസിഷനാണ്, ഇൻറ്റു ഈ 5 പ്ലസ് 4. അപ്പോൾ ഇവിടെ 5 + 4 9, 9 × 2 18 എന്ന് കിട്ടി. അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാൻ ശരിയാണോ നോക്കാം. മൂന്നാമത്തെ പൊസിഷനിൽ നമുക്കിപ്പോൾ 18. അപ്പോൾ ഇവിടെ എന്താണ്? നാലാമത് വരുന്നതാണ്. അതായത് ഇവിടെ അടുത്തത് എന്താണ്? അടുത്ത നമ്പർ എന്താണ്? 3 ഇൻറ്റു അടുത്തത് ഇവിടെ കിട്ടിയ 18. 18 + 4 എന്ന് പറയുമ്പോൾ 22. 22നോട് 3 വെച്ച് ഗുണിച്ചാൽ 66 കിട്ടും. ഇനി അടുത്തത് എന്തായിരിക്കും? 4 ഇൻറ്റു 66 പ്ലസ് എത്രയാണ്? 4. അപ്പോൾ 70 × 4 250. അപ്പോൾ ആ ഒരു ലോജിക്കിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ പരീക്ഷ എഴുതുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരമൊന്നും കിട്ടണമെന്നുണ്ടാവില്ല. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ എന്താ പറയുക, ബാക്കി ചോദ്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവസാനം വരിക, ഇല്ലെങ്കിൽ ഈ ചോദ്യത്തിന് കുറേ സമയം പോകും. അവസാനം പരീക്ഷ അവസാനിക്കാറാകുമ്പോഴേക്കും ബാക്കി ചോദ്യങ്ങൾ, എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളെ മുന്നിലുണ്ടാവാൻ മൊത്തത്തിൽ ടെൻഷനാവും. എളുപ്പമുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും? ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ എല്ലാ എളുപ്പമുള്ള ചോദ്യങ്ങളും ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും സമയം ഉണ്ടായിരിക്കും. ഒരിക്കലും ഇതുപോലുള്ള ചോദ്യങ്ങളുടെ മുന്നിൽ കിട്ടുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഒരു വട്ടമൊക്കെ ഇട്ട് വെച്ചിട്ട് പോവുക. ഇങ്ങനെ ഒരു വട്ടം ഇട്ടിട്ട് പിന്നെ ഞാൻ വന്ന് ചെയ്തോളാം എന്ന് കാണിച്ചുകൊണ്ട് ഒരു വട്ടം ഇട്ട് വെച്ചിട്ട് പോകണം. കാരണം ഇതുപോലുള്ള ചോദ്യങ്ങളെ എത്ര സമയം നിങ്ങളവിടെ സ്പെൻഡ് ചെയ്യും എന്നത് നിങ്ങളുടെ റാങ്കിനെയൊക്കെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യണം. ഈ ഒരു ചോദ്യപേപ്പർ ചെയ്തപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത എ ബി സി ഡി ഇ പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്, അവിടെയുള്ള ആ ഒരു ഇത് നമുക്ക് കണ്ടുപിടിക്കണം. 94ാമത്തെ ചോദ്യമാണ്. എ ബി സി പിന്നെ സി വെച്ചു, ഡി ഇ പിന്നെ ഇ വെച്ചു. നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഈ ചോദ്യം ഡിലീറ്റ് ആക്കിയതാണ് ഫൈനൽ ആൻസർ കീയിൽ. ഇനി അടുത്ത ചോദ്യം DEHL എന്നാണ്. അപ്പോൾ അവിടെ നമ്മുടെ എൽ കഴിഞ്ഞാൽ വരുന്ന അടുത്ത ആ ഒരു ലെറ്റർ എന്ന് പറയുന്നത് പി ആണ് വരിക. അപ്പോൾ ഇവിടെ ഡി കഴിഞ്ഞാൽ ഇ ആണ്, പിന്നെ FGH, അപ്പോൾ രണ്ടാമതായിട്ട് എച്ച് വരും, IJKL, പിന്നെ അത് കഴിഞ്ഞാൽ നാലാമത്തെ MNOP. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് 97ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സിമൻ്റ് ആണ്. പെന്ന്, പെൻസിൽ, വിൻഡോ. ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? സിമൻ്റ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. പെന്ന്, പെൻസിൽ, വിൻഡോ. അപ്പോൾ ഇവിടെ ഡോറ് വുഡാണ്. ഡോറ് നിർമ്മിച്ചിരിക്കുന്ന വുഡ് കൊണ്ടാണ്. അപ്പോൾ അവിടെ ഹൗസ് നിർമ്മിച്ചിരിക്കുന്ന സിമൻ്റ് കൊണ്ടാണ്. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി വ്യത്യസ്തമായത് കണ്ടെത്തുക എന്നാണ് 98ാമത്തെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതായത് ബാക്കി എല്ലാം ഇവിടെ തന്നിരിക്കുന്ന 88, 95, 73, 64, ബാക്കിയൊക്കെ ഒറ്റ സംഖ്യയാണ് നമുക്ക് പറയാം. ഇരട്ട സംഖ്യ ഒന്നേ ഉള്ളൂ. ഇനി 12, 14, 16. 12നോട് 2 കൂട്ടി 14, 14നോട് 2 കൂട്ടി 16, 16നോട് 2 കൂട്ടി 18. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. -12 നിന്നും -10 കുറയ്ക്കാനാണ് വെച്ചിരിക്കുന്നത്. -12 കുറയ്ക്കണം -10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മൈനസ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോഴോ 12 - 10 എന്ന് വരും. അപ്പോൾ എത്രയാ?
-2 എന്ന് വരും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൈനസ് പുറത്തെടുക്കുക. അപ്പോൾ 12 - 10, ഈ മൈനസും പുറത്തോട്ട് വന്നു. അപ്പോൾ -12 - 10, അപ്പോൾ അതെന്തായിരിക്കും? -2 ആയിരിക്കും ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പറിൽ ചോദിച്ച 100 ചോദ്യങ്ങളും നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തന്നിരിക്കുന്ന ചോദ്യപേപ്പറിലെ ഓരോ ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ GK ആ ഭാഗങ്ങളൊക്കെ ബന്ധപ്പെട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ, ആ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ മാത്സ് എന്ന് പറയുന്ന ഭാഗം ചെയ്തപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ കുറേ സമയം നമുക്ക് ചിലവാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ബാക്കി ചോദ്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചോദ്യം അവസാനത്തേക്ക് മാറ്റി വെക്കുക, സ്കിപ്പ് ചെയ്ത് വെക്കുക, ഒരു വട്ടമൊക്കെ ഇട്ട് വെച്ചേക്കുക. കാരണം ആ ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറേ സമയം ചിലവഴിക്കുമ്പോൾ അവസാനം എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാത്ത ഒരവസ്ഥ, ടെൻഷൻ കയറും. ഇനി കുറച്ച് സമയമുള്ളല്ലോ, ഇതെല്ലാം എപ്പോഴും ചെയ്ത് തീർക്കുമെന്നൊരു ടെൻഷൻ വരും. അതേ സമയത്ത് ആദ്യം ഒറ്റൊരു വായന, ഈ 1ാമത്തെ ചോദ്യം മുതൽ 100ാമത്തെ ചോദ്യം വരെ വായിക്കുക. എന്നിട്ട് അതിൽ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. അവസാനം നിങ്ങൾക്ക് എന്തായാലും ആ ഒരു രീതി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് മറ്റ് ചോദ്യപേപ്പറുകളായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.